അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നുണ്ട്, എന്റെ സമുദായത്തിലെ അവസാനത്തെ നരകത്തിലുള്ള അംഗവും കൂടെ സ്വർഗ്ഗത്തിലേക്ക് എത്തിയെങ്കിലേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് അല്ലാഹു തആല തൃപ്തിയാക്കി കൊടുക്കും. പക്ഷേ മൗത്തിന്റെ സമയത്ത് ഈമാനിലായി മരിക്കണം, എന്നെങ്കിലേ ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതില്ലെങ്കിൽ കുഫ്രിയത്തിലാണ് മൗത്തെങ്കിൽ അവൻ ഈമാന്റെ മുമ്പിന്റെ ലിസ്റ്റിലല്ല ഉണ്ടാകുക, ശാശ്വതമായ നരകാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ഒരൊറ്റ സെക്കൻഡ് എത്ര വലിയ മഹാനാണെങ്കിലും അവിടെ പ്രവചനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ജീവിതം മുഴുവൻ ഇബാദത്തിലായി കഴിഞ്ഞ ഉസ്താദ് മരിക്കുന്ന സമയത്ത് മരണമെത്തുമ്പോ വല്ലാതെ പൊട്ടിക്കരഞ്ഞപ്പോ കൂടെ ചുറ്റും നിന്ന ശിഷ്യന്മാര് ചോദിക്കുകയാണ്, അല്ല ഉസ്താദെ, നിങ്ങൾ എന്തിനായി കരയണ? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത അവര് പറഞ്ഞത്, ഞാൻ അമൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് സ്വീകരിച്ചോ ഇല്ലേ അത് റബ്ബിന്റെ അടുത്താണ്, ഞമ്മക്ക് അറിയില്ലല്ലോ. മരണസമയം എനിക്ക് ഈമാൻ കുത്തി മരിക്കുമല്ലേ എന്ന് അറിയില്ലല്ലോ. ഹുസ്നുൽ ഖാത്തിമ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനം. ബാക്കിന്റെ സമയത്ത് സംസാരിക്കുന്നവർ പ്രത്യേകം പറഞ്ഞത് കാണാം. മരണസമയത്ത് തെറ്റിപ്പോയി മരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ അത് ഭയപ്പെടണം. ബാക്കിന്റെ സമയത്ത് സംസാരിക്കുന്നവർ അദബുകേട് എന്നൊരു സംഭവമുണ്ട്. അദബ് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാതെ നിന്ദിച്ചാൽ അത് മനുഷ്യരായാലും അല്ലാത്ത വസ്തുവായാലും ബഹുമാനിക്കേണ്ട സമയമായാലും ഏത് സംഗതിയാണെങ്കിലും ബഹുമാനം കാണിക്കേണ്ടടുത്ത് ബഹുമാനം കാണിക്കാതെ അതിന് ധിക്കാരപരമായിട്ട് നിന്ദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തര ഫലം സൂഉൽ ഖാത്തിമയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാക്കിന്റെ സമയത്ത് സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലോകത്തെ ഏറ്റവും നല്ല കലിമത്താണ് വാക്കിന്റെ കലിമത്തുൽ തൗഹീദ്. ബാക്കിയുള്ളതികളും അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അത് കേൾക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതിന് പകരം അതിനേക്കാൾ നമ്മുടെ വളരെ നിസ്സാരമായ ദുന്യവിയായ കലാമിന് സ്ഥാനം കൊടുക്കുകയാണ് നമ്മൾ. അത് വേണ്ടിയിട്ടില്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, അതോടെ കൊടുത്തോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇത് വിഷയം പറയുന്നത് നമ്മളെ കാര്യം സംസാരിക്കാൻ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വളരെ ബഹുമാനം കൊടുക്കേണ്ട ആ കലിമത്തുൽ തൗഹീദിനെ നമ്മൾ നവമൈൻഡ് ചെയ്യണം. അതിന്റെ അനന്തര ഫലം സംഭവിക്കുക സൂഉൽ ഖാത്തിമയാണ്. അതുകൊണ്ട് അതില്ലാതെ മരണസമയത്ത് ഹുസ്നുൽ ഖാത്തിമ കിട്ടണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് മൂന്നാമത്തെ യാസീൻ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഇന്നത്തെ രാവിൽ അല്ലാഹു തആല ഓരോ വിഷയങ്ങൾ ആദാവുമായി ബന്ധപ്പെട്ട മലായികത്തുകളിലേക്ക് അവർക്ക് നിശ്ചയിച്ചതായ ഡ്യൂട്ടിയുടെ ലിസ്റ്റ് കൈമാറുന്ന രാവാണെന്നാണ് ഇന്നത്തെ രാവിലെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, 2ാം ക്ലാസ് 3ാം ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജോലി എന്താ? അമ്പിയാ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുക. റഖീബ് അക്കീദിന്റെ ജോലി ഉണ്ട് എന്താ? മനുഷ്യന്റെ നന്മതിന്മ എഴുതിക്കുക. മുൻഗാമിയുടെ ജോലി ഉണ്ട് എന്താ? ഖബറിൽ ചോദ്യം ചെയ്യാം. ഇങ്ങനെ ഓരോ മലായികത്തുകൾക്കും അല്ലാഹു നിശ്ചിതമായ ജോലികൾ ഏൽപ്പിക്കുന്നുണ്ട്, അവരുടെ ഡ്യൂട്ടി. അതുപോലെ ലോകത്ത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. മനുഷ്യന്റെ വിഷയത്തില് അവന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു വർഷത്തേക്കുള്ള ഡ്യൂട്ടികൾ കൈമാറുന്ന ലിസ്റ്റ് കൈമാറുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലായി കിട്ടണം. ശർറായ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് എല്ലാ കാര്യത്തിൽ നിന്നും സംരക്ഷണം നൽകണം. അല്ലാഹു തആല മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അവസാനം പരിപൂർണമായ തൗബയിലും ഈമാനിലുമായി ഹുസ്നുൽ ഖാത്തിമയോടെ മൂത്താകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.